ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നത് കർത്താവിൻ്റെ കൃപയാണ്. ഓരോ പ്രഭാതവും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയാൻ ഇടവരട്ടെ. പഴയ പ്രഭാതങ്ങളെ അലങ്കരിച്ചിരുന്ന സ്വർഗീയ പാട്ടുകൾ, ആ പാട്ടുകളിൽ നിന്നും ലഭിക്കുന്ന ഉന്മേഷം മതി ആ ദിവസത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ. നേരം പുലരുന്നു എന്നറിയിച്ചുകൊണ്ട് നമ്മൾ കേട്ടിരുന്ന ആ പാട്ടുകൾ ഇപ്പോൾ കേൾക്കാനേയില്ല. നമ്മൾ ഒത്തിരി മാറിപ്പോയി, നമുക്ക് മാറേണ്ടി വന്നു. എന്നാൽ ഉന്മേഷം ഒട്ടും ചോരാതെ ഞങ്ങളൊരു സ്കിറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ ആരാണെന്നല്ലേ? സൺഡേ സ്കൂൾ ഗ്രേഡ് 3-ലെയും 4-ലെയും 5-ലെയും നിഷ്കളങ്കരായ കുട്ടികളാണ്. ഇതിലെ ഉള്ളടക്കമോ കഥാപാത്രങ്ങളെയോ കാണുമ്പോൾ നമ്മുടെ ചർച്ചിലെയോ അതോ തൊട്ടപ്പുറത്തെ ചർച്ചിലെയോ ആരെങ്കിലുമായിട്ട് താരതമ്യം തോന്നുകയാണെങ്കിൽ സ്വാഭാവികം മാത്രം. നല്ലവരായ നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഞങ്ങൾക്കറിയില്ലേ. ഞങ്ങളൊരു രഹസ്യം പറയട്ടെ. നമ്മുടെ പൗലോസ് അപ്പോസ്തലനുണ്ടല്ലോ, അദ്ദേഹത്തിനൊരു ആഗ്രഹം നമ്മളെ ഒന്ന് കാണണമെന്ന്. നമ്മളെ കാണാനായതുകൊണ്ട് കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരോടും പറയല്ലേ. അല്ല, പറഞ്ഞ പോലെ ഇന്ന് സഭായോഗമുള്ള ദിവസമാണല്ലോ. ഇന്നത്തെ സഭായോഗത്തിന് ജെയിംസ് അച്ചായനെ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് അവിടുത്തെ പ്രിപ്പറേഷൻസ് ഒന്ന് നോക്കിയാലോ. ഇതുവരെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? സമയം 7 മണിയായി. നീ ഏത് നേരത്താണോ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത്? മമ്മി, ഞാൻ റെഡിയായി. ബെസ്റ്റ്. കണ്ടേച്ചാലും മതി. പോയി കണ്ണാടി നോക്കടി. എന്റെ പൗഡർ കുറച്ച് തുടച്ചു കാല. എല്ലായിടത്തും എന്റെ കൈ എത്തണമെന്ന് പറഞ്ഞ ഇതുവരെ റെഡിയായില്ലേ? ആരാധനക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇന്റർവെൽ ആവുമല്ലോ. കിടന്ന് ചാവാതെ എന്റെ അച്ചായ ദാ വരുന്നു. അയ്യോ മക്കളെ, വാക്യം പഠിച്ചായിരുന്നോ? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അതാരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ വാക്യം വല്ല ഓർമ്മയുണ്ടോ എന്തോ? ഇച്ചായോ, ദാ ഞാൻ റെഡിയായേ. ബാ, നമുക്ക് പോകാം. എല്ലാരും വാ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. അത് ശരി, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെല്ലാം അറിയാലോ. മക്കളെ, ആ AC ഓഫ് അല്ലേ? ആ ഗ്യാസ് ഒന്നുകൂടെ ഒന്ന് നോക്കിയിരിക്കണേ. ഒരു കണക്കിൽ ആദം ഭാഗ്യവനാ. അങ്ങേരെങ്ങാനും ആദ്യമേ ആ പഴം പറിച്ചത് നമ്മുടെ കാര്യമൊക്കെ കട്ട പോയായിരുന്നെ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലേ, ഞാനൊന്നും പറഞ്ഞില്ലേ. വാ വാ, ഒന്ന് ഇറങ്ങി പോവാം. അങ്ങനെ പതിവ് കലാപരിപാടികൾ കഴിഞ്ഞു. ജെയിംസ് അച്ചായനും കുടുംബവും സഭായോഗത്തിനിറങ്ങി. ഇനി നമുക്ക് ചർച്ചിലെ കാഴ്ചകൾ കാണാം. പതിവ് പോലെ സൺഡേ സ്കൂൾ നടക്കുന്നു. കുട്ടികൾ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നുണ്ടല്ലോ. അതാ അവിടെ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്. അപ്പച്ചനെ കണ്ടിട്ട് ഈ തലമുറയിൽ പെട്ട ആളായിട്ട് തോന്നുന്നില്ലല്ലോ. മുഖത്ത് ദൈവീക തേജസ്സും ആത്മസാന്നിധ്യവും കാണുന്നുണ്ട്. ഈ കാലത്ത് കാണാൻ പറ്റാത്ത ഒന്നാണേ. അല്ല, പറഞ്ഞ പോലെ അത് നമ്മുടെ പൗലോസ് അപ്പച്ചനല്ലേ? പപ്പ, ഇന്നൊരു ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ. He is having an old name, പൗലോസ്. അങ്ങനല്ലല്ലോ മോളെ, പൗലോസ് അല്ല, പൗലോസ്. ചിലപ്പോൾ മോളെ കേട്ടത് ശരിയായിട്ടായിരിക്കത്തില്ല. കർത്താവിന്റെ എളിയ ദാസനാണെന്നും സഭകൾക്ക് ലേഖനം അയച്ചിട്ടുള്ള അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ആഹാ, അങ്ങനെ പറഞ്ഞോ? പക്ഷേ നമുക്ക് ലേഖനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ മോളെ. ഇനി അഡ്രസ്സ് വല്ലതും മാറിപ്പോയതായിരിക്കും. എനിവേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് ഇവിടുത്തെ പാസ്റ്റർ. പാസ്റ്റർ എവിടെ നിന്ന് വരികയാണ്? നേരത്തെ കണ്ടതായിട്ടൊരു ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ കർത്താവ് അയച്ചിട്ട് വന്നതാണ്. കർത്താവിൻ്റെ ഒരു എളിയ ദാസനാണ്. ഇവിടെ വന്ന് ആരാധന കൂടുവാനും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കാണുവാനും ഒരു നിയോഗം കിട്ടി. അങ്ങനെ വന്നതാണ്. വന്നതിൽ വളരെ സന്തോഷം. പാസ്റ്റർ ഇരിക്കെ, ഞാനൊരു ചായ എടുക്കാൻ പറയാം. പാസ്റ്ററെ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ നടക്കുന്ന സമയമാണ്. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് അവരെ കാണാൻ സംസാരിക്കാം. ഞാൻ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ എന്തൊക്കെയോ വിളിക്കുന്നത് കേട്ടല്ലോ. ദൂത ദൂത എന്നൊക്കെ. ഒന്നും മനസ്സിലായില്ല. അത് ദൂത ദൂത എന്നല്ല പാസ്റ്ററെ. അതൊക്കെ ഇപ്പോഴത്തെ ഓരോ ട്രെൻഡ് അല്ലയോ. ഡൂഡ് എന്നോ ബ്രോ എന്നോ അങ്ങനെ ഓരോരോ ട്രെൻഡുകൾ. അങ്ങനെയായിരുന്നല്ലേ? അപ്പോൾ പാസ്റ്റർ ഇവിടെ ഇരിക്കെ,
ഞാൻ അങ്ങോട്ട് നീങ്ങുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. മക്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ബോവസ്. എന്റെ പേര് ഡെബോറ. നല്ല പേരാണല്ലോ. ബൈബിളിൽ മക്കളെ പറ്റി പറഞ്ഞിട്ടുള്ളതൊക്കെ അറിയാമല്ലോ അല്ലേ? ആട്ടെ, പഠിത്തം എങ്ങനെ പോകുന്നു? എൻ്റെ അപ്പച്ച പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പൊ കാര്യങ്ങൾ. പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ChatGPT ചോദിച്ചാൽ മതി. എല്ലാം ഷടുപടേന്ന് പറഞ്ഞ് ഉത്തരം പത്തോളൂ. ChatGPT-യോ? അതാരാ? എന്റെ പൊന്നപ്പച്ച, ടെക്നോളജി വളർന്നതൊന്നും അറിഞ്ഞില്ലയോ? പോരാഞ്ഞിട്ട് AI-യും ഉണ്ടല്ലോ. എനിക്കിതൊന്നും അറിയില്ല മക്കളെ. പണ്ട് ഞങ്ങൾക്ക് വായിച്ചുള്ള ശീലം മാത്രമേ ഉള്ളായിരുന്നു. ഇത് പപ്പയോടും മമ്മിയോടും പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോഴേക്ക് പഠിക്കേ അത് മാത്രം. ഫുൾ ഡാർക്ക് സീനാണ് എൻ്റെ അപ്പച്ച. ഇത് ഭയങ്കര മടുത്ത്. ഐ എം സോ ഫെഡ് അപ്പ് വിത്ത് ദിസ്. എന്തൊക്കെയാ മോനെ പറയുന്നത്? ഡാർക്ക് സീനോ? ആത്മീയ കാര്യങ്ങളിൽ എങ്ങനെയാ? കൊള്ളാം. ആത്മീയ കാര്യങ്ങളെ പറ്റി എൻ്റെ അപ്പച്ച, ഞങ്ങൾ ഇന്ന് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുമ്പോൾ കണ്ടോ? ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഇന്ന് ഞങ്ങൾ യഹോവ ഇരേ 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 ആ പാട്ടാണ് കാച്ചാൻ പോകുന്നത്. അപ്പൊ കണ്ടോ, ഇവിടെയുള്ള എല്ലാരും ഞെട്ടു ഇന്ന്. യഹോവ ഇരേ എന്നതിന്റെ അർത്ഥം അറിയാമോ? അർത്ഥമൊന്നും ഞങ്ങൾക്കറിയില്ല. അല്ലേലും അർത്ഥത്തിലൊക്കെ എന്തിരിക്കുന്നു അപ്പച്ച? യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ യഹോവ കരുതിക്കൊള്ളും എന്നാണ്. ഇപ്പോൾ അതൊരു പാട്ട് മാത്രമാണ്. പണ്ട് അതൊരു വിശ്വാസവും ഒരു അനുഭവവും ആയിരുന്നു. ആഹാരവും വസ്ത്രവും എല്ലാം കർത്താവ് കരുതിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. ആഹാ, അപ്പച്ചൻ ആള് കൊള്ളാമല്ലോ. എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അറിയാമല്ലോ. ദൈവം നടത്തിയ വഴികൾ മറക്കാൻ പറ്റുമോ? അപ്പച്ചൻ ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി. എല്ലാം ദൈവനാമത്തിന് വേണ്ടി മാത്രം. ആട്ടെ, അപ്പച്ചൻ എവിടൊക്കെ പോയിട്ടുണ്ട്? ധാരാളം സ്ഥലങ്ങളിൽ പോയി. പ്രധാനമായി ടർക്കി, സ്പെയിൻ, സൈപ്രസ്, ഗ്രീസ്, മാൾട്ട, ഇവിടൊക്കെ. അപ്പച്ചൻ ഈ ട്രിപ്പൊക്കെ ടീമായിട്ടാണോ പോയത് അതോ സോളോ ആയിരുന്നോ? വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? ചെലവൊക്കെ എങ്ങനെ മാനേജ് ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മക്കളെ. ഞാൻ മിഷണറി യാത്ര ചെയ്ത കാര്യമാണ് പറഞ്ഞു വന്നത്. യാത്ര ചെയ്തപ്പോൾ അപ്പച്ചന്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന സംഭവം വല്ലതുമുണ്ടോ? ധാരാളം ഉണ്ട്. മെലീത്ത ദ്വീപിൽ വെച്ച് കയ്യിൽ അണലി ചുറ്റിയൊന്നും മറക്കാൻ പറ്റില്ല. അവിടെയുള്ളവർ രക്ഷിക്കുന്നതിന് പകരം നോക്കി നിന്നു. ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ. വാട്ട്? അണലി? യു മീൻ സ്നേക്ക്? ശരിക്കും? റിയലി? ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വാവാ സുരേഷിനെയൊക്കെ വിളിക്കായിരുന്നു. പുള്ളിയാണെങ്കിൽ ആ കൈവച്ചുള്ള സാധനം കാണിച്ച് പുള്ളി ആ പാമ്പിനെ അങ്ങ് കൊണ്ടുപോയനെ. കർത്താവ് കൂടെയുള്ളപ്പോൾ എന്തിനു പേടിക്കണം? ഞാനതിനെ കുടഞ്ഞ് തീയിലിട്ടു. ശരി അപ്പച്ച, ഞങ്ങൾക്ക് പാട്ട് പ്രാക്ടീസ് സമയമായി. പിന്നെ കാണാം. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കൂടുതൽ എന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവിക നിയോഗമുണ്ടായി. അതുകൊണ്ട് നിങ്ങളെ കാണുവാനും ക്ഷേമം അന്വേഷിക്കാനും വന്നതാണ്. പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നിങ്ങൾ നന്നായി ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തു ചോദിച്ചാലും ഉത്തരം തരുന്ന സംവിധാനങ്ങളെപ്പറ്റി ഞാനിവിടെ കേട്ടു. അതൊക്കെ നല്ലതാണ്. പക്ഷേ ദൈവിക കാര്യങ്ങളിൽ സമ്പന്നരായി തീരണം. നമ്മുടെ എല്ലാ ചോദ്യത്തിനും പ്രശ്നങ്ങൾക്കും കൃത്യമായ ഉത്തരവും പരിഹാരവും തരുവാൻ ലോകത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് വളരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് വരാറായി. കർത്താവിനെ എതിരേൽക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കണം. നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.